നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതിനിടയിൽ സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി AV ഗോപിനാഥിനെ ഇപ്പോൾ സർക്കാർ നിയമിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടർ TVയാണ് ഈ വിവരങ്ങൾ പുറത്തു വിടുകയും ചെയ്ത് മുഖ്യമന്ത്രി പാലക്കാട്ടേക്ക് എത്തിയ സമയത്ത് AV ഗോപിനാഥും മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് പിന്നീട് AV ഗോപിനാഥിനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ അന്ന് തന്നെ പുറത്തു വരികയും ചെയ്തു. ഇപ്പോൾ ഇതാ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. ഇപ്പോൾ AV ഗോപിനാഥ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്നാലും സന്തോഷമായിട്ടുള്ളൊരു തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അല്ലേ? അതെ, സന്തോഷകരമായൊരു തീരുമാനമാണ്. അതിന് അന്തിമമായ ഉത്തരവ് വന്നിട്ടില്ല. ആ ഉത്തരവ് വരികയാണ്. ഇങ്ങനൊരു നിർദ്ദേശം വന്നു തന്നെ എൻ്റെ ജീവിതത്തിൽ മഹത്തായ ഒരു കാര്യമാണ്. കൃഷ്ണൻ്റെ അത് എന്നെ വിളിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ സാധാരണ പാടത്ത് പണിയും മറ്റു കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എന്നെപ്പോലെ ആളെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാനാക്കി ഉത്തരവ് വരിക എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണൻ്റെ മാത്രം ഭഗവാന്റെ കുറേ ഒരു 35 വർഷമുള്ള എൻ്റെ ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ് അത് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ AV ഗോപിനാഥിൻ കൂടെ ചേർന്നുകൊണ്ടായിരുന്നു LDF തെരഞ്ഞെടുപ്പിന് നേരിട്ടിരുന്ന ഈ സമയത്ത് പിന്നീട് AV ഗോപിനാഥ് തോൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു, പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിന് കാരണം പ്രാദേശികമായിട്ടുള്ള CPM നേതാക്കളുടെ ഇടപെടലാണ് എന്നുള്ളതായിരുന്നു AV ഗോപിനാഥ് നേരത്തെ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ ചെയർമാൻ സ്ഥാനം എന്ന് കരുതാൻ കഴിയും. അങ്ങനെ ഒരിക്കലുമില്ല. ആ ഒന്നും ചർച്ചാ വിഷയമേ ആയിട്ടില്ല. അത് വേറൊരു കാര്യം, അത് അവിടെ ഇരിക്കട്ടെ. മനസ്സിലായില്ലേ? അത് പരിശോധിക്കേണ്ടതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പെട്ടതാണ്, എൻ്റെ ഭാഗത്തുള്ളതല്ല. സർക്കാർ ഇങ്ങോട്ട് അറിയിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാനം നൽകും എന്നുള്ളത്. അല്ല, ഞാൻ ഇതിൽ താല്പര്യമുണ്ടോ ഞങ്ങളിങ്ങനെ ഉത്തരവ് ഇറക്കിയാൽ എന്ന ഒരു ചോദ്യം ഒരു ഭാഗത്തുനിന്ന് വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെയാണ് ആയിരിക്കാം, അല്ല എന്ന് പറയാൻ കഴിയില്ല. അതിനു മുമ്പ് പാർട്ടി നേതാക്കന്മാർ വന്ന് എന്താണ് തെരഞ്ഞെടുപ്പ് വരുന്നത്, എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചു. എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. മനസ്സിലായില്ലേ? ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ഞാൻ ഉറപ്പുണ്ടാവും. ഞാനിപ്പോൾ ഒരു CPM കാരനാണ്, നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട. പക്ഷെ മുഴുവൻ സമയം പാർട്ടി വർക്കൊന്നും നടക്കാത്തതുകൊണ്ട് ഞാനൊരു CPM അനുഭാവിയാണ്. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതിനനുസരിച്ചിട്ടാണ് എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുക. തെരഞ്ഞെടുപ്പിനും അത് കാണും. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിലുണ്ടായ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാൻ നമുക്ക് സമയങ്ങളുണ്ട്. അത് കിടക്കട്ടെ, അതിൻ്റെ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അതൊന്നും ഒരു വിഷയമേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അതൊന്നൊരു വിഷയമല്ല. പാർട്ടിയിലേക്ക് ഒരു നയം ഞാൻ എടുക്കുന്ന സമയത്ത് ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നെ അതാക്കി തരൂ, ഇതാക്കി തരൂ, ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നയപരമായ ഒരു തീരുമാനമുണ്ട് ഇടതുപക്ഷ മുന്നണിയെയും CPM-നെയും പിന്തുണയ്ക്കാൻ. അതിപ്പോഴും ഞാൻ തുടരും. പെരിങ്ങോട്ടുകുറിശ്ശിക്ക് എല്ലാം നൽകുന്ന മുഖ്യമന്ത്രി എന്നുള്ളത് പലതവണ AV ഗോപിനാഥ് പറഞ്ഞിരുന്നു. അത് LDF-മായി സഹകരിക്കുമെന്ന് അറിയിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും പെരിങ്ങോട്ടുകുറിശ്ശിക്ക് കൂടിയുള്ള ഒരു അംഗീകാരമായിട്ടാണ് കരുതുന്നത്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പാലക്കാട് ജില്ലയ്ക്ക് തന്നെ അംഗീകാരം. ഒരു സാധാരണക്കാരനെ പിടിച്ച് ഗുരുവായൂരിൻ്റെ ദേവസ്വം ബോർഡ് ചെയർമാനാക്കുക, അതും ഏറ്റവും നല്ലൊരു ഗുരുവായൂരപ്പ ഭക്തനാണ് ഞാൻ അവിടെ. അതെന്തെങ്കിലും അതിൻ്റെ ഉദ്ദേശം ഉണ്ടാവും. എന്നെ അവിടെ ചെയർമാനാക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഉദ്ദേശം വരാതിരിക്കില്ല എന്നാണ് എനിക്ക്. അല്ലാണ്ട് ഈ കേരളത്തിൽ നിന്ന് എന്നെ ഇത് കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല. അതിലെന്തെങ്കിലും ഒരു ഉദ്ദേശം മുഖ്യമന്ത്രിക്കും അതുപോലെ നമ്മുടെ ദേവസ്വം മന്ത്രിക്കും മറ്റു പാർട്ടി നേതാക്കന്മാർക്കൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എപ്പോഴും പറയാറുള്ളത് വീട്ടിലെ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ടാണ് ഒരു ദിവസം തുടങ്ങാറുള്ളത്, എല്ലാ ദിവസവും തുടങ്ങാറുള്ളതെന്നാണ്. ഇപ്പോൾ ഏതായാലും അതൊക്കെ തന്നെ ആയിരിക്കാം ഈ ഒരു നിയോഗത്തിൽ. പിന്നെ കൃഷ്ണൻ വിളിച്ചത് തന്നെയാണ്, അതിന് യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞ ഒരു 35 കൊല്ലമായി രാവിലെ 5 മണിക്ക് കൃഷ്ണനെ തൊഴുത് എൻ്റെ ദുഃഖങ്ങളും പ്രയാസമൊക്കെ പറയും. അല്ലാണ്ട് എന്നെ എങ്ങനെ തിരഞ്ഞെടുക്കും? ഞാൻ ഒന്നുമല്ലാത്ത എന്നെ ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് എടുക്കാൻ എന്താ കാരണം? മുഖ്യമന്ത്രിയുടെ മനസ്സിലോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി മനസ്സിലോ ദേവസ്വം മന്ത്രി മനസ്സിലോ ഇങ്ങനെ AV ഗോപിനാഥനെ കാണണമെങ്കിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ അവർ മനസ്സിൽ എന്നെ കൊടുത്തിട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതെനിക്ക് വലിയ സന്തോഷമുണ്ട്. കോൺഗ്രസിൽ നിന്ന് AV ഗോപിനാഥ് പുറത്ത് വരുന്നത് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കലഹിച്ചുകൊണ്ടാണ്. അവിടെ നിന്നൊന്നും ഇത്തരത്തിലൊരു രീതിയിലുള്ള നീക്കങ്ങളും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ച പോലെ ഒരു അംഗീകാരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. 60 കൊല്ലം ഞാൻ കോൺഗ്രസിന് വേണ്ടി പോരാടിയ ഒരുത്തരാണ്. എൻ്റെ പോരാട്ടം പറഞ്ഞാൽ ചെറിയ കോൺഗ്രസ്സുകാരൻ്റെ പോരാട്ടമല്ല, അത്ര വലിയ പോരാട്ടമായിരുന്നു. എൻ്റെ ജീവിതവും ആത്മാവൊക്കെ നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ ആത്മാവ് നിലനിന്ന് കാണുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എന്ന് ഇപ്പം എൻ്റെ അനുഭവങ്ങൾ ഞാൻ പഠിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ ഒരു പരിണിതമായ ഫലമാണ്, എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു അന്തിമമാണ് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം എന്ന് വിശ്വസിക്കുന്നു. പാർട്ടിയിലെ പ്രശ്നം ഈ 60 കൊല്ലം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പോരാടിയ എന്നെ
പാർട്ടി ഒരു വില്ലേജ് കമ്മിറ്റിയിലെ മെമ്പറാക്കിയിട്ടില്ല. 60 കൊല്ലം കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുത്ത എന്നെ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്യുന്ന ഒരാളായിരുന്നു കരുണാകരൻ. ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു ഡിമാൻഡായിട്ടും ഒരു കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ മുന്നിൽ കൈപ്പത്തിയായിട്ട് ഞാൻ പോയിട്ടില്ല, തരണം സഹായിക്കണം പറയാൻ. ഇന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇന്ന് എന്നെ മുഖ്യമന്ത്രിയും ഗുരുവായൂരപ്പനും ദേവസ്വം മന്ത്രിയും ഇതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് വസ്തുത. എത്തിയാൽ ഉച്ചയ്ക്ക് ശേഷം അത് പൂർണ്ണമായി റവന്യൂ സെക്രട്ടറി ഒപ്പുകൂടി വന്നാലേ എനിക്ക് പറയാൻ കഴിയും. ഉടൻ തന്നെ സ്ഥാനമേൽക്കുക, സന്തോഷകരമായിട്ടുള്ള ആ നിയോഗം സ്വീകരിക്കുക എന്നുള്ളതാണ് മുന്നിലുള്ളത്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഒരു സംശയം, ഇന്ന് വൈകുന്നേരം ഉത്തരവ് വന്നാൽ നാളെ 9 11 മണിക്കുള്ളിൽ ചാർജ് എടുക്കും. അല്ല, നാളെ വരണമെങ്കിൽ മറ്റന്നാൾ 9 11 മണിക്ക് മുമ്പ് ഞാൻ ചാർജ് എടുക്കും. ഗുരുവായൂരപ്പം വിളിച്ചിട്ട് പിന്നെ അതിൽ വൈകാൻ പാടില്ല. സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി കൊണ്ടുള്ള സ്ഥാനമേൽക്കൽ അത് ഉടൻ തന്നെ ഉണ്ടാവും. ഗുരുവായൂരപ്പൻ വിളിച്ചാൽ പിന്നീട് വൈകിപ്പിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ AV ഗോപിനാഥ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.